ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് കല്യാണിക്ക് നല്ല വില കൂടിയ സാരികളൊക്കെ കിരൺ എടുത്തു കൊടുക്കുക കേട്ടോ. ഡൽഹിയിൽ പോകുമ്പോൾ ഇനി പരിപാടിക്ക് പോകണമല്ലേ, അപ്പം കല്യാണിയാണല്ലോ സെലിബ്രിറ്റി. അപ്പോൾ കല്യാണി നല്ല അടിപൊളിയായിട്ട് പോകണമല്ലോ. മാത്രം കേരളീയ തനിമയുള്ള ഡ്രസ്സൊക്കെ ഇടണം വെച്ചിട്ട് കിരൺ നല്ല സാരികളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ കാർത്തിക പ്രകാശനായിട്ട് വരുന്നത്. പ്രകാശനോട് പറയണ്ട, അച്ഛന് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തു. എനിക്കൊന്നും വേണ്ട മോളെ, എനിക്ക് ഡ്രസ്സ് ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ വില കൂടിയ ഡ്രസ്സ് തന്നെ പ്രകാശനെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. പ്രകാശനാണെങ്കിൽ കിരണിന്റെ കണ്ണിന് മുമ്പിൽ ഭയങ്കര ഇതൊക്കെ ആർഭാടമൊക്കെ കാണിക്കായിട്ട് ഭയങ്കര വില കൂടി ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുക്കുവാണ്. അതിനുശേഷം പ്രകാശൻ പറഞ്ഞത്, ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മോള്, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മോള് കാർത്തിക മോള് എന്ന് പറയാണ്. കാർത്തിക കല്യാണിന്റെ മുഖത്ത് നോക്കി പറയണ്ടേ, നിനക്കും നിന്റെ അനിയത്തിക്കും ചേച്ചിക്കും എൻ്റെ ഈ അച്ഛനെ വിലയുണ്ടായിരുന്നില്ലല്ലോ, നീ ഈ കിരൺ എന്ന് പറഞ്ഞ ആളെ കണ്ടപ്പോഴേക്കും സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞു പോയവളല്ലേ എന്ന് പറയുമ്പോൾ കല്യാണിക്ക് അത് ദേഷ്യം വരും കേട്ടോ. കിരൺ പറയൂതേ, കാർത്തിക വെറുതെ കാര്യം അറിയാൻ സംസാരിക്കണത് പറയുമ്പോഴേ കാർത്തിക പറയുന്നുണ്ട്, അത് ഞാൻ കല്ല അറിഞ്ഞിട്ട് തന്നെയാ പറയണത്. ഇവളെ ചേച്ചിയും കണക്കാണ്, സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞു പോയതാ, അമ്മ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയൂടെ. കാരണം പ്രകാശനെ കേൾപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയണമെങ്കിലും കാർത്തികക്ക് അങ്ങനെ പറഞ്ഞതിൽ വിഷമമുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ട് നമ്മുടെ കല്യാണിക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. കല്യാണി പറയും, ഇതേ കുറെ നേരം ഞാൻ ചേച്ചി എന്ന് പറഞ്ഞ ബഹുമാനവും സ്നേഹമൊക്കെ തന്നതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇയാളെ പുകഴ്ത്തിട്ട് എന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചേച്ചിയാണ്, ചേച്ചിയുടെ സ്ഥാനമൊന്നും ഞാൻ നോക്കുന്നില്ലെന്ന് കല്യാണി പറയും. അങ്ങനെ സഹോദരിമാർ രണ്ടുപേരും കൂടി വഴക്ക് പിടിക്കും കേട്ടോ അവിടെ ഇരുന്നിട്ട്. പ്രകാശൻ അറിയില്ലല്ലോ ഇത് സഹോദരിമാരാണ്. പ്രകാശാണെങ്കിൽ കാർത്തികിനെ സപ്പോർട്ട് ചെയ്ത്, എന്റെ മോൾ ഇങ്ങനെയാണ്, എനിക്ക് ഇപ്പൊ ദൈവം തന്ന മോളാണിത്, അങ്ങനെയാണ് ഭയങ്കര പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ കേട്ടോ. കല്യാണിനാണെങ്കിൽ എങ്ങനെയൊക്കെ ചീത്ത പറയാമോ ആ രീതിയിലൊക്കെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കണം പ്രകാശൻ. ഇവളുണ്ടല്ലോ, ഇവള് ഒരു പ്രായമായപ്പോഴേക്കും അവിടെയുള്ള എല്ലാ ആണുങ്ങളെ സ്നേഹിച്ച് നടക്കലായിരുന്നു മോളെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ചേച്ചി അങ്ങനെ തന്നെയാണ് വേണ്ടി ഇവര് മാക്സിമം എങ്ങനെയൊക്കെ അപമാനിക്കാം ആ രീതിയിലൊക്കെ അപമാനിക്കണം. അതിനുശേഷം കല്യാണിക്ക് പൊറുതി മുഴിട്ട് നമ്മുടെ കാർത്തികടുത്ത് പറയേണ്ടത്, ഇനി ഇയാളെ വക്കാലത്ത് കൊണ്ട് എന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ സ്ഥാനം നോക്കില്ല, ചിലപ്പോൾ മുഖത്തടിച്ചെന്നും വരും എന്നൊക്കെ കല്യാണി പറയും കേട്ടോ. എന്തായാലും ചേച്ചിയാണെങ്കിൽ തമ്മിൽ നല്ല ഫൈറ്റ് തന്നെയാണ് ഇന്ന് സംഭവിക്കാൻ പോണത്, അതിലൊരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.